നമസ്കാരം. ലാരിംഗോ മലേഷ്യ ആ വാക്കിൻ്റെ അർത്ഥം, ലാരിങ്സ് എന്ന് പറയുന്നത് വോയിസ് ബോക്സും മലേഷ്യ എന്ന് പറയുന്നത് സോഫ്റ്റും. അപ്പോൾ ലാരിംഗോ മലേഷ്യ ആ അസുഖത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആദ്യം ഈ വോയിസ് ബോക്സിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് വെച്ച് ഞാൻ തുടങ്ങാം. അപ്പോൾ ഈ പിക്ചർ കണ്ടാട്ടെ, ഈ പിക്ചറിൽ കാണുവാണെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റും. ഈ 3 വ്യൂ ഞാൻ തന്നിട്ടുണ്ട്. ആ 3 വ്യൂവിൽ ആദ്യത്തേത് വെളിയിലത്തെ സൈഡ് വ്യൂ ആണ്. ഇത് അകത്തെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് അകത്തെ വ്യൂ ആണ്. അപ്പം അതിനകത്ത് മുകളിലൊരു ലിഡ് പോലെ കാണാം. ഇതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ആ എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. ശ്വാസം എടുക്കുമ്പം തുറന്ന് സ്റ്റിഫായിട്ട് നിൽക്കണം. ശ്വാസം വെളിയിലോട്ട് വിടുമ്പോഴും അതാണ് കറക്റ്റ് പൊസിഷനിലേക്ക് കാണണം. ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ അത് അടയത്തുള്ളൂ. അതിൻ്റെ എൻഡോസ്കോപ്പിക് വ്യൂ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് എപ്പിഗ്ലോട്ടിസ്. ഇതാണ് AE ഫോൾഡ് എന്ന് പറയും. അപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് കാർട്ടിലേജ് ആണ്. സ്റ്റിഫായിട്ട് നിൽക്കുകയും വേണം. ശ്വാസം അകത്ത് എടുക്കുമ്പം ആ എയർവേ കറക്റ്റായിട്ട് ഓപ്പൺ ആയിരിക്കണം. ലാരിംഗോ മലേഷ്യ എന്ന് പറഞ്ഞ അസുഖത്തിൽ എന്തു പറ്റും എന്ന് വെച്ചാൽ, ബ്രെയിനിൽ നിന്ന് വരുന്ന സിഗ്നല് നോർമലായിട്ട് ഒരു കുട്ടിക്ക് വരുന്ന സിഗ്നല് പോലെ കംപ്ലീറ്റ് സിഗ്നലായിട്ട് അല്ല വരുന്നത്. അപ്പോൾ അത്രയും സിഗ്നല് ഈ എപ്പിഗ്ലോട്ടിസിൽ എത്തത്തില്ല. പോരാതിന് ഈ AE ഫോൾഡ് എപ്പിഗ്ലോട്ടിക് ഫോൾഡ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. അപ്പോൾ ഈ 2 കാരണവശാൽ, അതായത് ബ്രെയിനിൽ നിന്ന് വരുന്ന ന്യൂറൽ സിഗ്നൽസ് പ്രോപ്പറായിട്ട് വരാത്തത് കൊണ്ടും ഈ AE ഫോൾഡ് ഷോർട്ട് ആയതുകൊണ്ടും കുട്ടി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ഇത് ശ്വാസം എടുത്തു തുടങ്ങുമ്പം ഇത് അകത്തോട്ട് കൊളാപ്സ് ചെയ്യും. കാറ്റ് അകത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പം ഈ എപ്പിഗ്ലോട്ടിസ് ഒരു ഒമേഗ ഷേപ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ശ്വാസം മുട്ടൽ വരും. ഇതാണ് ലാരിംഗോ മലേഷ്യയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ലാരിംഗോ മലേഷ്യ ആണ് കൊച്ചു പിള്ളേർ, ജനിക്കുന്ന കുട്ടി മുതൽ 1 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ശ്വാസം മുട്ടൽ വരാനുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന കാരണം ഇതാണ്. അപ്പോൾ അവിടെ കാർട്ടിലേജ് കുറച്ച് സോഫ്റ്റ് എന്ന് പറയാം. അതിന് മെയിൻ കാരണം ന്യൂറൽ പാത്വേ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. സിഗ്നൽസ് കംപ്ലീറ്റ് വരുന്നില്ല. അതുകൊണ്ട് ആ എപ്പിഗ്ലോട്ടിസ് അടയുന്നു ശ്വാസം എടുക്കുമ്പം. അപ്പം കംപ്ലൈൻറ്റ് എന്തായിരിക്കും, ജനിക്കുന്ന സമയത്ത് കുട്ടി നോർമലായിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ കൈയും കാലും അനക്കാൻ തുടങ്ങുമ്പോൾ, ആക്ടിവിറ്റീസ് തുടങ്ങുമ്പം, ശ്വാസം കൂടുതൽ വരുന്ന സമയത്ത് പ്രശ്നം വരും. ശ്വാസം കൂടുതൽ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടി ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് ശ്വാസം കിട്ടാത്ത പോലെ കാണിക്കും. അതുപോലെ തന്നെ ആ സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ ഫേസൊക്കെ ഒന്ന് നീല കളറിലായിട്ട് മാറുകയും ചെയ്യും. ഇത് കൂടുതൽ ആക്റ്റീവ് സമയത്താണ്. അത് ആക്റ്റീവ് ആ സമയത്താണ് ഫീഡിങ്ങും കരയുന്ന സമയത്തും, സ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വല്ലതും വരുവാണെങ്കിൽ. ഇത് മൈൽഡ് കേസ്, മോഡറേറ്റ് കേസാണ്. സിവിയർ കേസിലോട്ട് കഴിയുമ്പം കുട്ടിക്ക് ശ്വാസം കിട്ടത്തില്ല ഈ ആക്റ്റീവായിട്ടുള്ള സമയത്ത്. അത് എപ്പോഴാണ് തുടങ്ങാന്ന് വെച്ചാൽ ആദ്യത്തെ 1 ആഴ്ച മുതൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് 6-ാം മാസം 9-ാം മാസമോ ഭയങ്കരമായിട്ട് കൂടും. അതായത് കൂടി വരും എന്നർത്ഥം. ആ ശ്വാസം എടുക്കുന്നത് അകത്തോട്ട് എടുക്കുമ്പോഴാണ് പ്രശ്നം. സൗണ്ട് വരും, സൗണ്ട് വരും, നല്ല ഉറക്കെയുള്ള സൗണ്ട് വരും. ശ്വാസം കിട്ടത്തില്ല. ഇതാണ് കുട്ടിയുടെ മെയിൻ കംപ്ലൈൻറ്റ്. അമ്മ പറയുന്ന മെയിൻ കംപ്ലൈൻറ്റ്. കുട്ടി കരയുമ്പം ആ സൗണ്ട്, കരച്ചിലിൻ്റെ സൗണ്ട് നോർമൽ ആയിരിക്കും. അപ്പോൾ ഈ ശ്വാസം മുട്ടൽ കുടിക്കാൻ പറ്റുന്നില്ല, അതെല്ലാം 6 മാസമോ ഒരുപാട് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പം ഇത്രയും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഒരു നെയ്സൽ എൻഡോസ്കോപ്പി ചെയ്യും. മൂക്ക് വഴി ഒരു സ്കോപ്പ് അകത്തിട്ട് വോയിസ് ബോക്സ് കാണണം. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സൈഡിൽ നോർമൽ വോക്കൽ എപ്പിഗ്ലോട്ടിസും മറ്റേ സൈഡിൽ ഒമേഗ ഷേപ്ഡ് എപ്പിഗ്ലോട്ടിസും ഒരു
റിയൽ പിക്ചറും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇതൊരു റിയൽ പിക്ചറാണ്. ഇതിനകത്ത് ഒമേഗ ഷേപ്ഡ് ആയിട്ട് ഇത് ഇതുപോലെ കാണാം. അതുപോലെ ഈ എപ്പിഗ്ലോട്ടിക് ഫോൾഡ്സും ഷോർട്ട് ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ. അപ്പം മൈൽഡ് കേസിൽ ഇത് മാത്രം മതിയായേക്കും. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയഗ്നോസിസ് ആയി. അപ്പോൾ ഇത് ഡയഗ്നോസിസ് ആകുമ്പോൾ അത് മൈൽഡോ മോഡറേറ്റോ സിവിയറോ എന്ന് പറഞ്ഞ് തിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണോ അടഞ്ഞു വരുന്നത്, ബാക്കിൽ നിന്നാണോ, പോസ്റ്റീരിയറിൽ നിന്നാണോ, സൈഡിൽ നിന്നാണോ, ലാറ്ററലാണെന്നോ അറിയാം. ഇല്ലെങ്കിൽ വേറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1 മുതൽ 5 വരെ ഗ്രേഡിങ് വെച്ച് ചെയ്യും. ഇപ്പോൾ എൻഡോസ്കോപ്പി തന്നെ മിക്ക പിള്ളേർക്കും ഇത് മാത്രം തന്നെ മതിയായേക്കാം. ചിലപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അത് മാറുന്നില്ല, കൂടി വരുവാണെങ്കിൽ കുട്ടിക്ക് വേറെ അസുഖം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ ബ്രോങ്കോസ്കോപ്പി വേണ്ടിവരും. അതുപോലെ തന്നെ ഇതുപോലെ പിള്ളേർക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് കംപ്ലയിൻസ് കുറയുന്നില്ല, ഒബ്സർവേഷനിലും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടും കുറയുന്നില്ലെങ്കിൽ ചിലപ്പം pH മോണിറ്ററിങ്ങും അതിൻ്റെ കൂടെ സ്ലീപ്പ് സ്റ്റഡിയും ചിലപ്പം വേണ്ടി വന്നേക്കും. ഇപ്പോൾ ഇതുപോലെ ലാരിംഗോമലേഷ്യ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കുട്ടിയെ, ഒരു മോഡറേറ്റ് മുതൽ സിവിയർ ഉള്ള കുട്ടിയെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വരുവാണെങ്കിൽ അതിന് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ നേരത്തെ തന്നെ അമ്മ പറഞ്ഞ പോലെ ഫീഡിങ് കിട്ടുന്നില്ല. ഓരോ പ്രാവശ്യം മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടി എടുക്കുന്നില്ല. അത് ഭയങ്കര തല അനക്കും, അതുപോലെ കുടിക്കത്തില്ല. അപ്പോൾ ഫീഡിങ് പ്രോബ്ലംസ് കാണിക്കും, ചുമയ്ക്കും, നീല കടലായിട്ട് മാറും. അപ്പം ഫീഡിങ് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് വെയിറ്റ് ഗെയിൻ കാണത്തില്ല. അപ്പോൾ ആദ്യത്തെ 2-3 മാസത്തിന് നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാവണം. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാകത്തോണ്ട് കുട്ടി മോശമായിട്ട് പോകും. അതുമാത്രമല്ല, ഈ ശ്വാസമുട്ടലുണ്ടെങ്കിൽ അത് ശ്വാസമുട്ടൽ കൂടി വന്ന് ശ്വാസ തടസ്സം പോലും വരാം. ഇപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അസുഖം ലാരിംഗോമലേഷ്യ എന്നൊരു അസുഖവും മാക്സിമം 90% പിള്ളേർക്കും അത് തന്നെത്താൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ മാറുന്ന ഒരു അസുഖമാണ്. പക്ഷേ പേരൻസ് ഈ ശ്വാസമുട്ടലും ഈ കുടിക്കാൻ പറ്റാത്തതൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ മെയിനായിട്ട് പേരൻസിന് കൗൺസിലിംഗ് വേണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും ഇതിന് ഒബ്സർവേഷൻ മാത്രം മതി. മെയിനായിട്ട് ഫീഡിങ്ങിന് എന്താ ചെയ്യണം, ശ്വാസം മുട്ടൽ വന്നാൽ എന്ത് ചെയ്യണം, ഇത് മൈൽഡാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ മാത്രമല്ല ഈ ശ്വാസം മുട്ടൽ ഒരു 2 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇത് പറഞ്ഞ് മനസ്സിലാകുമ്പോൾ തന്നെ അവർക്ക് നല്ല ആശ്വാസം കിട്ടും. അവരിങ്ങനെ വന്നാലും പേടിക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും, കുട്ടിക്ക് ആസിഡിറ്റി കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും, ആസിഡിറ്റി കുറയാനുള്ള മരുന്ന് തരും. അതുപോലെ തന്നെ മൂക്കടപ്പോ പനിയോ വല്ലതും ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യരുത്, ഏറ്റവും പെട്ടെന്ന് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഫീഡിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? അപ്പം വെള്ളം പോലെ ആണ് കുടിക്കുന്ന കുട്ടി, മുലപ്പാൽ കുടിക്കുന്നത്. അപ്പോൾ അത് മുലപ്പാൽ കുടിക്കുമ്പോൾ അത് അത്ര തിക്ക് അല്ലാത്തതുകൊണ്ട് ആ ചുമ വരുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴും പ്രശ്നം വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ ഇൻറ്ററപ്റ്റഡ് ആയിട്ട് കൊടുക്കുകയും വേണം. അതിൽ തന്നെ ഓക്കെ ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ മുലപ്പാലല്ലാതെ തിക്ക് ഫോർമുല ഫീഡ് കൊടുക്കേണ്ടി വരും. അത് തിക്കായിട്ട് കൊടുക്കുമ്പം ചുമ കാണത്തില്ല, കുറയും, ഫീഡിങ് നോർമലായിരിക്കും. മാത്രമല്ല ഓരോ പ്രാവശ്യം മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടി അമ്മ എണീച്ചിരുന്ന് വേണം കുട്ടിയെ ഫീഡ് ചെയ്യാൻ. കടന്ന് ചെയ്യരുത്, പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. കുട്ടിയുടെ തലയും മുകളിലോട്ട് പൊന്തി വെച്ചിട്ട് വേണം കറക്റ്റായിട്ട് ഇരുത്തി കൊടുക്കുന്ന പോലെ പൊസിഷനെ കാണണം. അഥവാ മൈൽഡായിട്ട് ശ്വാസമുട്ടൽ വരുവാണെങ്കിൽ ഈ 3 പൊസിഷൻ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ കുട്ടിയെ കമത്തി കിടക്കുവാണെങ്കിൽ ശ്വാസമുട്ടൽ കുറയും. പക്ഷേ ശ്രദ്ധിച്ചു വേണം, ഓരോ പ്രാവശ്യം ഈ കുട്ടി ഈ പൊസിഷനിൽ കിടക്കുവാണെങ്കിൽ അറിയാതെ ഈ കാല് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ശ്വാസമുട്ടൽ നേരത്തെ കാട്ടി കൂടും. അതുകൊണ്ട് ഈ സെക്കൻഡ് പൊസിഷനിൽ സൈഡിൽ കടന്ന് ഉടങ്ങുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരു സൈഡിൽ നിങ്ങൾ തലയണ വച്ചിട്ട് തിരിയാതെയോ ഏത് സൈഡിൽ നിന്ന് മാറാതിരിക്കുക, തിരിഞ്ഞ് കടക്കാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിൽ മാത്രം തലയണിട്ട് ഈ ലാറ്ററൽ പൊസിഷൻ കുറച്ചും കൂടെ ഭേദമായിരിക്കും. അതല്ല കൂടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തോളത്തിടുവാണെങ്കിൽ കുറച്ച് നേരം തോളത്തിടുക ഇട്ടിട്ട്
ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ലാറ്ററൽ പൊസിഷനിൽ കിടത്തുവാണെങ്കിൽ ശ്വാസം മുട്ടൽ ഒന്ന് കുറഞ്ഞു കിട്ടും, കുട്ടി ഉറങ്ങിക്കോളും. 90% പിള്ളേർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് മതി. കുട്ടി 2 വയസ്സ് ആവുമ്പം നോർമലാവും. 2 വയസ്സെന്ന് പറയുമ്പോൾ 2 വയസ്സായാലേ നോർമലാവും എന്നല്ല അർത്ഥം. 1 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ, 1 വയസ്സ് 2 മാസം, 1 വയസ്സ് 3 മാസം ആകുമ്പോൾ തന്നെ നോർമലായി തുടങ്ങും. 2 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം കൊണ്ട് ബ്രെയിനിൻ്റെ സിഗ്നൽസ് കറക്റ്റായിട്ട് വന്ന് ലാരിങ്സ്, വോയിസ് ബോക്സ് നോർമലാവും. അഥവാ മാറുന്നില്ല, വരുന്ന സമയത്ത് തന്നെ ശ്വാസം മുട്ടൽ കൂടുതലാണ്, സൗണ്ട് വരുന്ന കൂടുതലാണ്, ഒട്ടും ഫീഡ് ചെയ്യുന്നില്ല, ഒബ്സർവേഷൻ ചെയ്തിട്ടും അത് മാറുന്നില്ലെങ്കിൽ ശസ്ത്രക്രിയ വേണ്ടി വരും. അപ്പോൾ ശസ്ത്രക്രിയയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൾഡ് രണ്ടും സ്റ്റിഫായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇത് കട്ടി. അതുകൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിലെല്ലാം ലൂസായിട്ടുള്ള ടിഷ്യൂ കാണും. ആ ലൂസ് ടിഷ്യൂ സാധാരണയുള്ള ഇൻസ്ട്രുമെൻസിലോ ലേസർ കൊണ്ടോ അല്ലെങ്കിൽ കോബ്ലേറ്റർ കൊണ്ടോ ആ ലൂസ്ഡ് ടിഷ്യൂ എടുക്കുകയും ചെയ്യും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെയാവും, ഒമേഗ ഷേപ്ഡ് ഉള്ളത് മാറുകയും ചെയ്യും. അത് പിന്നെ ശ്വാസം എടുക്കുമ്പോൾ കൊളാപ്സ് ചെയ്ത് വീഴത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ലാരിംഗോ മലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഷമിക്കാനൊന്നുമില്ല, 90% കൂടുതൽ തന്നെ കുട്ടി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നോർമലാവും. അപ്പം എന്തൊക്കെ ചെയ്താൽ ശ്വാസം മുട്ടൽ മാറാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ചെയ്താൽ മാത്രം മതി. പൊസിഷൻ ശ്രദ്ധിച്ചു വേണം. നമസ്കാരം.